ടെമ്പറേച്ചർ ഞാൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ AC കട്ട് ഓഫ് ആകില്ലല്ലോ. ഹീറ്റും കൂടെ മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ AC കംപ്രസർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, കാരണം AC ഓഫ് ചെയ്യുന്നില്ല. AC കട്ട് ഓഫിങ് കറക്റ്റ് ആയിട്ട് നടക്കും. എങ്ങനെ ഈ ചൂട് വരുന്നു എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. കൂളന്റ് റേഡിയേറ്ററിനകത്തൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ റേഡിയേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിനകത്ത് വാട്ടർ സർക്കുലേഷൻ നടക്കാനും എല്ലാം യൂസ് ചെയ്യുന്നതാണ് റേഡിയേറ്റർ. ഈ റേഡിയേറ്ററിനകത്തൂടെയുള്ള ഹോസ്, അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ ജാക്കറ്റിനകത്ത് നിന്ന് വരുന്ന ഹോസിന്റെ സെയിം കണക്ഷൻ നമ്മുടെ ഈ ഡാഷ്ബോർഡിനകത്ത് ഏകദേശം ഈ താഴത്തെ പോർഷൻ, ഇതിന്റെ പുറകിലത്തെ പോർഷനിലായിട്ട് ഹീറ്റർ കോർ എന്ന് പറയുന്ന യൂണിറ്റ്, അതായത് ഏകദേശം ഒരു റേഡിയേറ്റർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് റേഡിയേറ്റർ, ഹീറ്റർ കോർ എന്നാണ് അതിന്റെ ടെക്നിക്കൽ ടേം. കൂളന്റിന്റെ അതേ ചൂട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ഷട്ടർ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ ഹീറ്റ് കൂട്ടുന്നതിനനുസരിച്ച് ഒരു ഷട്ടർ തുറക്കുന്നു. ഈ ഷട്ടർ തുറക്കുമ്പോൾ എയർ നേരെ കയറി ഈ ഹീറ്റർ കോറിനകത്തൂടെ കയറി തണുപ്പും കൂടെ കൂടിയാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തണുപ്പും ചൂടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു മോഡറേറ്റഡ് ടെമ്പറേച്ചർ ആണ് വരുന്നത്. AC യുടെ കട്ട് ഓഫ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും AC യുടെ കട്ട് ഓഫ് കുറയത്തില്ല. AC യുടെ കൂളിംഗ് കോയിലിനകത്ത് എപ്പോഴാണോ 3 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത്, അന്നേരം തന്നെ നമ്മുടെ AC യുടെ കംപ്രസർ കട്ട് ഓഫ് ആയിരിക്കും.